വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹംപിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഹംപി ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഹംപി വരുന്നത്. അടിപൊളിയാണ്. നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടിപൊളി വ്യൂ, ചായയൊക്കെ കുടിച്ച് ഈ സൺറൈസ് പൊളി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ഹംപി ട്രിപ്പ്. ചുമ്മാ വൈകുന്നേരം ചായ കുടിച്ചിരുന്നപ്പോൾ ഹംപിക്ക് വിട്ടാലോ എന്നുള്ളൊരു പ്ലാൻ വന്നു. അപ്പം തന്നെ ഓക്കെ സെറ്റ് പോയേക്കാം എന്നുള്ളൊരു ഒറ്റ മൈൻഡിൽ ഞങ്ങൾ നൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ എല്ലാ ട്രിപ്പുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു, പെട്ടെന്ന് പോകുന്നു. പണ്ടൊക്കെ ആണെങ്കിലും RX ട്രിപ്പ് പോകുന്ന സമയത്തും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അപ്പം തന്നെ നമ്മൾ സ്ഥലം വിടുമായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ കൂടെ എബിനുണ്ട്, എബിൻ്റെ എക്സ്പൾസ് ഉണ്ട്. ബാംഗ്ലൂർ സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ഹൈവേയിൽ വന്ന് ക്രൂസ് ചെയ്ത് പോകുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്. വല്ലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ട്രിപ്പ് അടിക്കാൻ ശ്രമിക്കുക. കാരണം പിന്നീട് അത് ഓർത്തിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹൈവേ സൈഡിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഒട്ടും മൂടില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു 2 മണിക്കൂർ കഥയൊക്കെ പറഞ്ഞ് ചുമ്മാ വെറുതെ അവിടെ സമയം കളഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ്, പോവാൻ പറ്റുമോ? പോവാ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തുംഗഭദ്ര ഡാമിലേക്കാണ്. ഞാൻ ട്രിപ്പ് പോകുന്ന കാര്യം ഒരു അങ്കിളിനോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് പോകുന്ന വഴിക്കാനാണ് തുംഗഭദ്ര ഡാം, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണെന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നു പുള്ളി ഞങ്ങൾക്ക് പണി തന്നതാണെന്ന്. എത്ര നടന്നിട്ടും തീരുന്നില്ല. ഞങ്ങളുടെ കാറ്റഗറിയിലേ പെടാത്തൊരു സാധനമാണ് നടന്നുപോയി കാണുക എന്നുള്ളത്. ബൈക്കിൽ എത്ര ദൂരം വേണേലും ഞങ്ങൾ പോകും, പക്ഷേ നടക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. രാവിലെ 2 ദോശ കഴിച്ച് സ്റ്റാമിന ഫുള്ള് അവിടെ തീർത്ത് ഞങ്ങൾ വീണ്ടും ഹംപി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും വയലുകളും കൃഷികളും സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന കുറേ ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും ഒട്ടും ഡെവലപ്പ് ഇല്ലാത്തൊരു സ്ഥലം പോലെയാണ് ഞങ്ങൾക്ക് അവിടെ തോന്നിയത്. വേനൽക്കാല തുടക്കമായതുകൊണ്ട് ചൂട് നല്ലപോലെ ആയി തുടങ്ങുന്നുണ്ടായിരുന്നു. വേനൽക്കാലത്ത് റൈഡൊക്കെ പോകുന്നവർ ധാരാളം വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്ത് മാത്രം പോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുഴഞ്ഞു വീഴാൻ നല്ല സാധ്യതയുണ്ട്. നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് പുറകിലിരിക്കുന്നവൻ എന്തോ പറയുന്നതെന്ന് പോലും എനിക്ക് കേൾക്കുന്നില്ല. കുറേ നേരമായി എന്തൊക്കെയോ കഥകൾ എന്നോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടതുപോലെ തലയൊക്കെ കുലുക്കി ഞാൻ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടേയിരുന്നു. കരിഞ്ഞ ചെടികളും മരങ്ങളും പാറക്കെട്ടുകളും ശൂന്യമായ റോഡുകളും മാത്രം. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. റോഡിലെങ്ങും ആരെയും കാണാനും സാധിക്കുന്നില്ല. തലേ ദിവസം ഞങ്ങൾ റൂം വിളിച്ച് ബുക്ക് ചെയ്തിട്ടതുകൊണ്ട് യാതൊരു ടെൻഷനും കൂടാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഷിജു ആദ്യമായാണ് എൻ്റെ കൂടെ ട്രിപ്പ് വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവൻ കുറേ ഫോട്ടോസ്, വരുന്ന വഴിക്ക് 1000 ഫോട്ടോസെങ്കിലും എടുത്തു കാണും. ഗാലറി നിറഞ്ഞു എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്നോട്. ഹംപി നഗരത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഉത്തര കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. ഹുബ്ലിയിൽ നിന്ന് 163 കിലോമീറ്ററും ബെല്ലാരിയിൽ നിന്ന് 65ഓളം കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിലാണ് ഹംപി. തുംഗഭദ്ര ഡാമിൽ നിന്നും ഹൊസ്കോട്ട വഴി ഹംപിയിൽ എത്തിച്ചേരാം. വിജയനഗരത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലും ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഹേമകോട്ട ഹിൽസിലെ സൺസെറ്റ് പോയിന്റിലേക്കാണ്. ഞങ്ങൾ അന്യോന്യം ഒന്നും മിണ്ടാതെ കുറേ നേരം സൺസെറ്റൊക്കെ കണ്ട് അവിടെ ഇരുന്നു. വളരെ മനോഹരമായ ഒരു സൺസെറ്റും കണ്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. കിതച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ഹംപിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സൺറൈസ് പോയിന്റിലേക്ക് ട്രക്ക് ചെയ്ത് കയറാൻ തുടങ്ങി. മാത്തങ്ങ ഹിൽസിലേക്കാണ് ഞങ്ങൾ ട്രക്ക് ചെയ്ത് കയറിയത്. കുറേ വിദേശികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രക്ക് ചെയ്ത് കയറാൻ.
അവരൊക്കെ നല്ല സ്റ്റാമിനയോടെ ഓടി കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പയ്യെ വലിഞ്ഞു പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉയരം കൂടി കൂടി വരുംതോറും ഭംഗി കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ മേളിയും താഴേക്ക് ഇറങ്ങിയ സമയം കൊണ്ട് എബിൻ അവന്റെ എക്സ്പൾസ് എടുത്ത് സ്റ്റെപ്പ് വഴി ചാടിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. 2 ചേട്ടന്മാർ അതൊഴി വഴിയില്ല, വണ്ടി ഇറങ്ങി പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതെന്റെ കോൺഫിഡൻസ് അല്ല, ഇതെന്റെ അഹങ്കാരമാണെന്നുള്ള രീതിയിൽ, എന്റെ കയ്യിൽ എക്സ്പൾസ് ആണ് ഇരിക്കുന്നുള്ള രീതിയിൽ എബിൻ ചാടിച്ചെന്നെ ഇറക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു, കുളിച്ച് ഫ്രഷായി ഞങ്ങളുടെ ലഗേജ് എല്ലാം താഴെ കൊണ്ടുവച്ച് വണ്ടിയിൽ ലഗേജ് കെട്ടാൻ തുടങ്ങി. ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളിലും ഈ ലഗേജ് കെട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ലഗേജ് കെട്ടാൻ അറിയാത്തത് കൊണ്ടല്ല. അന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര ദൂരം കവർ ചെയ്യണം, എവിടെയെല്ലാം പോകണം, എന്തൊക്കെ കാണണം എന്നെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫുൾ ടൈമും അവിടെ തന്നെ പോകാറുമുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ വണ്ടി വാമപ്പ് ചെയ്യാനും വെക്കുന്നത്. അങ്ങനെ അതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ സമയം നോക്കിയപ്പോൾ 9:30 ചേട്ടൻ ചെക്കൗട്ട് പറഞ്ഞ സമയമായിട്ടുണ്ട് 9:30. അങ്ങനെ ചേട്ടനെ താക്കോൽ ഏൽപ്പിച്ച് ഇനി എപ്പോഴെങ്കിലും ഹംപിക്ക് വരുമ്പോൾ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ചേട്ടനൊരു ഹഗ്ഗും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ചെറിയ കട കണ്ടുപിടിച്ചു, ഭവാനി ഹോട്ടൽ. അവിടെ നല്ല ചൂട് ദോശയും ചൂട് ഉഴുന്നുവടയും ചായയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു 4 ചായ ഓർഡർ ചെയ്തു. നമ്മുടെ റൈഡിൽ ഒരു ദിവസം ഒരു 10 ചായയെങ്കിലും മിനിമം നമ്മൾ കുടിക്കും, ചായ മസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവിടുത്തെ ചേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പുള്ളി എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയൊക്കെ മേടിച്ച് പുള്ളി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഇവിടെ എല്ലാം പോയി കറങ്ങിയിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പുള്ളി ഞാനും കുറേ സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ആ സമയം കൊണ്ട് നമ്മുടെ എബിൻ സൺസ്ക്രീമൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചേട്ടനോടും ചേച്ചിയോടും ഗുഡ് ബൈ പറഞ്ഞ് ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ യാത്രയിലൊക്കെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇതേപോലെ നല്ല നല്ല മനുഷ്യരെ കാണാനും സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റുന്നതാണ് ഞങ്ങളുടെ യാത്രയെ അടിപൊളിയാക്കുന്നത്. അവിടെ ഞങ്ങൾ നേരെ പോയത് വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ്. ഇത് ഹേമോട്ട ഹിൽസിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഹംപിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് വിരൂപാക്ഷ ടെമ്പിൾ. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് വിജയവിത്തല ടെമ്പിൾ. അവിടെ കയറണമെങ്കിൽ പാസ്സൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് അവരുടെ വണ്ടിയിൽ തന്നെ 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്കതിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ 50 രൂപ നോട്ടിന് ബാക്ക് സൈഡുള്ള സ്റ്റോൺ ചാരിയറ്റ് ഉള്ളത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു 50 രൂപ ഫ്രഷ് നോട്ട് ഞങ്ങൾ മേടിച്ചിട്ടാണ് പോയത്. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ചെയ്യാറുള്ളതൊക്കെ തന്നെയാണ്. ഞങ്ങൾക്കും അങ്ങനെ എടുക്കാനൊരാഗ്രഹം, ഞങ്ങളും എടുത്തു ഒരു ഫോട്ടോ. പിന്നെ അവിടെ വേറെ എന്താണുള്ളതെന്ന് പറഞ്ഞാൽ ഈ പില്ലേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇത് 16th സെഞ്ച്വറിയിലാണ് പണി കഴിപ്പിച്ചത്. അന്നത്തെ കാലത്തെ രാജാവായിരിക്കും ഇത് പണി കഴിപ്പിച്ചത്. ഈ മണ്ഡപത്തിനുള്ളിൽ ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുമ്പോൾ ഈ പില്ലേഴ്സ് വെച്ചിട്ടാണ് അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ മൊത്തത്തിൽ 56 പില്ലേഴ്സ് ഉണ്ട്.
56 പില്ലേഴ്സിനും 56 സൗണ്ടാണ്. സരിഗമ പില്ലേഴ്സ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇപ്പം ഈ പില്ലേഴ്സിൽ തൊടാൻ പോലും പെർമിഷൻ ഇല്ല. എന്നാലും ഞങ്ങൾ വിടുവോ? 5 മണിക്കൂർ സെക്യൂരിറ്റിയോട് കരഞ്ഞു കാലെ പിടിച്ച് അതിൽ തൊട്ട് ചുമ്മാ ഒന്ന് അടിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കരിമ്പിൻ ജ്യൂസും കരിക്കും വെള്ളമൊക്കെ കുടിച്ച് ആ ചേട്ടനോട് കുറേ നേരം സംസാരിച്ച് നിന്നു. ആ സ്ഥലത്തെ പറ്റിയും സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോയ സ്ഥലമാണ് ക്യൂൻസ് ബാത്ത്. ആ പേര് പോലെ തന്നെ അന്നത്തെ കാലത്തെ രാജ്ഞിമാർ കുളിക്കാൻ വന്നിരുന്ന സ്ഥലമായിരുന്നു ക്യൂൻസ് ബാത്ത്. ഒരു രാജ്ഞിക്ക് കുളിക്കാൻ ഇത്രയും വലിയ സ്ഥലമോ, ഈ രാജാവിന് എന്താ പ്രാന്തോ എന്നാണ് ഞങ്ങൾ അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതെങ്ങനെ ഇത്രയും സ്ഥലത്ത് കുളിക്കുന്നത് എന്നൊക്കെ തന്നെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകാനായിട്ട് പയ്യെ ഞങ്ങൾ നീങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു അടിപൊളി സൺസെറ്റ് വ്യൂ കണ്ടു. പിന്നൊന്നും നോക്കിയില്ല, വണ്ടി സൈഡാക്കി പാർക്ക് ചെയ്ത് നിർത്തി ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു. ഈ അടുത്ത കാലത്തെങ്കിലും ഞാൻ ഇതേപോലൊരു നല്ല വ്യൂ കണ്ടിട്ടില്ല. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ ബാക്ക് ടു ബാംഗ്ലൂർ യാത്ര വീണ്ടും തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹംപി ട്രിപ്പിലെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗായിരുന്നു. ഈ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും എന്തായാലും കമൻസിൽ അറിയിക്കണം. ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ ട്രിപ്പൊക്കെ അടിപൊളിയാണെന്ന്. അങ്ങനെ എനിക്ക് ഓൾറെഡി ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തായാലും ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ.